ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേരാണ് ഈവനിങ് സാന്റ എസ്കേപ്പ് ക്രിസ്മസ് ഓബി. ഇത് നമ്മൾ ക്രിസ്മസിന് മുമ്പ് കളിച്ചൊരു ഗെയിമാണ് ഇന്നാണ് അപ്ലോഡ് ചെയ്തത്. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമുക്ക് ഈ ഗെയിം നേരെ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. സാന്റ പല്ലും കാണിച്ച് നിൽക്കുന്നത്. സാന്റ എന്നൊക്കെ പറയുമ്പോൾ ഒരു വളരെ ശാന്തമായ ഒരു താടിയൊക്കെ ഉള്ള ഒരു പാവ മനുഷ്യനാണ്. പക്ഷെ ഇതിന്റെ ഡിസ്കൈഡാണ് കാണിക്കുന്നത്. വളരെ സങ്കടം വരുന്നത്. സാന്റ എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരു പാവം മുത്തച്ഛനായിട്ട് വരേണ്ടതാണ്. പക്ഷെ ഇതിനൊരു വൃത്തിയായിട്ടാണ് എന്താണ് വന്നിരിക്കുന്നത്. സാന്റാ ക്ലോസ് നമുക്ക് സെലക്ട് വേണം. ഇപ്പൊ ഈസി ആണ്. അത്ര ഇത്ര തവളാച്ചി മകം വന്ന് വിളക്കി ഈസിയാണ്. ഈസി കളിക്കാം. എന്നെ പോലെ ഒരു പ്രോ പ്ലെയർ ഈസി ഹാർഡ് തന്നെയാണ്. ഹാർഡ് പ്രോ പ്ലെയർ ആണ്. ഹാർഡ് എന്താണ് സാധനം മനസ്സിലും ഇത് എടുക്കണമായിരിക്കും. ഓ ഡോണ്ട് ടച്ച് ദ ലെഗോസ. അതൊരു വല്ലാതെ ചതിയായി പോയി. ഇവിടെ ലെഗോസ് സാൻഡ് കൊണ്ട് ഇട്ടിട്ട് നമ്മളെടുത്ത് തുളല്ലെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ്. നമുക്ക് ഇങ്ങനെ പോയാൽ നമ്മൾ പലതും ചെയ്യും. സാൻഡ കുട്ടൻ എവിടെ ഇരുന്നല്ലേ. ഓ ഇതിനെന്താ തോടരുത്. ഇതിന് ഞാൻ തൊടില്ല. ഇതിന് ഞാൻ ഒരിക്കലും തൊടില്ല. തൊട്ടാൽ കളി അതോടെ തീരും. എന്റെ കളി. അമ്മേ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി പോണത് ആക്രമണം തെറ്റി ചെയ്യുന്നത്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്കിന്റെ ആക്രമണം കാണിക്കത്തില്ല. ഇത് ഹാർഡാണ്. നമ്മൾ ശ്രദ്ധിച്ച് മഞ്ഞ് മഞ്ഞ് എന്തായാലും വരുന്ന എനിക്ക് കളഞ്ഞു. അയ്യോ സത്യം ഞാൻ ഔട്ടാകുമെന്നുള്ള ഭയം എനിക്കിപ്പോ വന്നു. അയ്യോ ഗിഫ്റ്റ് പോണ വഴി ഞാനും ഇങ്ങനെ പോവാണെങ്കിൽ ഗിഫ്റ്റ് പാക്ക് ചെയ്യും. അയ്യോ ഓ ഇത് ഗിഫ്റ്റ് തട്ടി എന്താ കൂടുതൽ ഔട്ടാവുമെന്ന് എനിക്ക് ചെറിയൊരു തോന്നി. ഓ 10 നമ്മള് ഗിഫ്റ്റിങ്ങിന് തട്ടി ഔട്ട് ആരില്ല. അപ്പൊ സാൻഡ നമ്മളോട് മിണ്ടൂല, ബാക്കിയുള്ളവരോടൊക്കെ മിണ്ടുവല്ലേ. അപ്പൊ ഗിഫ്റ്റൊക്കെ സഞ്ചിയിലായി കൊണ്ടുപോകണല്ല. നമ്മുടെ അടുത്ത് മാത്രം മിണ്ടൂല, ബാക്കിയുള്ളവർക്ക് വലിയൊരു സാൻഡ ഉപ്പാൻ പോകണം. അയ്യോ ഇതൊരു തട്ടിയാക്കി പിന്നെ ഔട്ടാകും എന്നുള്ള പ്രതീക്ഷ. ആ ലഘുവിന് തട്ടിയപ്പോഴേ എന്താ ഇനി ഞാനെല്ലാം ഇതൊരു തട്ട്. അത് മനസ്സിലായി. തട്ടില്ലെന്ന് പറയാം. ഇതൊക്കെ എത്ര കളിക്കുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ കളിക്കും. കുറച്ചുകൂടെ അടുത്തോട്ട് പോകുന്നത് കുറച്ചുകൂടെ കുട്ടി മതിയാക്കുക. അയ്യാ 1000 പോലെ ഉണ്ടല്ലോ. ഞാനിത് എങ്ങനെ വിളിക്കുന്നത് 1000 പോലെ ഉണ്ട്. അയ്യാ ഇപ്പൊ ജസ്റ്റ് മിസ്സാണ് കേട്ടല്ലോ. ദേഷ്യമാണ്. പോയാ പോയ ഞാൻ പോണു. എനിക്കിത് ഇങ്ങനെ പോയാ പോഴൊന്നും ഇഷ്ടം. പോണം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയാ പോരെ. നമ്മളെന്താണ് കഷ്ടം. എന്തോ കാലം ഉരുണ്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നും. ഇത് മഞ്ഞ് ബോളില്ലേ മറ്റേ ഇവിടെ കളിക്കുന്ന ഇറങ്ങി കളിക്കുന്ന മഞ്ഞ് ബോളാണ്. ഇവിടെ ഒളിക്കാൻ സേഫ്റ്റി. താഴെ അവിടെ ഉണ്ട് ഗിഫ്റ്റ് അത് എടുക്കണം. എനിക്ക് കണ്ടു കാണുന്നില്ല കാണുക. ബാക്കിയുള്ളത് കാണുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കാണും. കിട്ടി 2 സംസാരിക്കാൻ പറ്റുന്നില്ല. നീ പോവാം. എന്ത് രാഷ്ട്രം
ഐസ് കട്ട. നമ്മൾ ഐസ് വെള്ളത്തിൽ ചാടാൻ പാടില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഐസ് വെള്ളത്തിൽ ചാടിയാൽ നമ്മൾ മരവിക്കും. തണുത്ത് മരവിച്ച് ചത്തോളില്ല. ഞാനാണെങ്കിൽ ചങ്ക എന്തുവാ ഇരുണ്ട് പോകണ്ട. ഇരുണ്ട് പോകത്ത അടുത്ത ബോൾ വരട്ടെ. എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കിത് കാണാൻ പറ്റുന്നില്ല വിഷയം. ഇനി കണ്ടിട്ട് ആവശ്യമൊന്നുമില്ല. അങ്ങ് പോവാ. നമ്മുടെ സമയം കളയാൻ വേണ്ടി ഇവിടെ കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നു. നമ്മള് എഴുതിയ സമയം കളയാം. പെട്ടെന്ന് പോയാ പോലെ ഇപ്പഴത്തോട്ട് കയറാം. അടുത്ത ഇത് വേറൊരുത്തുണ്ട്. ഹലോ, ഇതെന്തേ കാണുന്ന എല്ലാം പടിഞ്ഞായിരുന്നോ? ഇത് റോബ്ലോക്സിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എന്തുവായ ഇങ്ങോട്ട് വടിയില്ല. സോ എന്നെ ഇതില് ചവിട്ടരുത്. അതല്ലേ എന്തുവാണ് അതൊരു ചുമനായി പോയി. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എത്തി സ്ഥാനം നമ്മളെ പിടിക്കാൻ കിടക്കുന്നല്ലോ. നമ്മൾ എവിടെ പോവേണ്ടത്? താഴ്ത്തിയാൽ ഈ വിളിച്ച നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നില്ല. ഇതേപോലെ താഴെ കിടക്കും. കുറച്ച് ഇത് കാണിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും താഴെ കിടക്കും. ഇനി ഒന്നും കാണിക്കില്ല. ഇനിയെല്ലാം ശാന്തി. രസമില്ല. എന്തോ പൊട്ടി. അപ്പൊ ഇതിൽ തുടങ്ങിയ തോക്കും. ട്രൈ നോക്കാനോ? തോക്കും എവിടെ ഞാൻ തോക്കും. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ടാണ് ചൂസ് ചെയ്തു. വെള്ളം എടുത്തേക്കാം. ഇടാം. ചെറിയ ഞാൻ കളിക്കുന്നേ. വളർന്നു. ഞാനിനി എന്താ ചെയ്യാ? ഞാനിനി എന്തോ ഞാനാണെങ്കിൽ ഇതിന്റെ അവിടെ വന്ന് പെട്ടും പോയല്ലോ. ഗിഫ്റ്റ് കൊടുക്കാൻ ഞാനിവിടെ എന്തോ ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി ചെയ്യാറി പോയാലാ? ആരോട് ചെയ്യാറി പോവാല്ലോ? വാങ്ങിക്കാറേ ഒരു തുറന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇപ്പുറത്ത് പോവാനുള്ള വഴി കിട്ടിയേ. തുറന്നല്ല, താഴെ ചാടാം. താഴെ ചാടി ഇവിടെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് ഈ വഴി പോയി കയറണം. അയ്യോ കയറാൻ പറ്റുന്നില്ല. ഇനി ഇറങ്ങണം. അയ്യോ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതെന്തുവാ അങ്ങനെ വെച്ചാൽ താഴോട്ട് ഇറങ്ങുന്നു. രക്ഷോട്ട് എനിക്ക് നേരെ കാണാൻ പെടുന്ന പാടേ. ഇവിടം വരെ എന്തുവാ ഇപ്പൊ തട്ടി എന്തായാലും ഔട്ട് ആവുന്നില്ല. ഉറപ്പ് ഉണി തടഞ്ഞ തട്ടുന്നില്ല. ഇതിന് നമുക്ക് അറിയാത്തില്ല ആരെങ്കിലും തട്ടുന്ന ഔട്ട് ആകും. ക്രിസ്മസ് ഗിഫ്റ്റോ എനിക്ക് ഞാനെന്തോ വിളിച്ച് ഈ ചെറിയ മുളി കയറി കൊണ്ട് मैं तुम
അയ്യോ ഇത് തുറക്കണല്ലേ ഞാൻ തരുന്നത്. അയ്യോ തുറക്ക അമ്മേ തുറക്കണ ആട്ടി മേടിക്കാൻ നോക്കിയാ അമ്മേ സത്യ എല്ലാത്തിനും ചെയ്ത അവളെങ്ങനെ പോണ് സത്യ ഔട്ട് അല്ലേ? അയ്യോട്ടെ ഔട്ടല്ല തുമ്പാളൊക്കെ ചുമയാണ്. എന്തുവാണ് എന്തായാലും ഒരു വല്ലാതൊരു ഗെയിമായി പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് ജയിക്കാ ഇല്ലല്ലേ? കഷ്ടമായി പോയി. നമ്മൾ ഇത്രയും കളിച്ചിട്ട് സാന്റാ ക്ലോസ് നമ്മൾ പിടിക്കാൻ വന്നില്ല. ബോസായി ഇന്നത് കളിയായിരുന്നല്ലേ. പോയി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് ഞാൻ നേരത്തെ ചാടിയില്ല. അമ്മേ എന്റെ ഒരുപാട് അതെ അത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ ഞാനാണ് ഞാൻ അതേപോലെ ഹാർഡ് മോഡ് കളിച്ച് വന്നപ്പോ ഈസി മോഡ് കണക്ക് തോന്നുന്നു. കളിക്കാൻ 16 വട്ടം തോറ്റത്. യെസ് എന്തോ വലിയ ഏണിയാണ്. നമുക്ക് അതുപോലെ കയ്യൊന്നും എത്തത്തില്ല. ഇപ്പൊ കേറാൻ പറ്റൂലേ? ആ കേറാനൊക്കെ പറ്റും. ഇത് വലിയൊരു ഏണിയായി പോയി. സാന്റാ ക്ലോസ് അപ്പൂപ്പ എന്നും ഇത് ഇവിടെ കേറുന്ന സാന്റാ അപ്പൂപ്പൻ ഉപ്പ ഞാനിനി എന്തെങ്കിലും കുറച്ച് ഫണ്ട് കളിച്ചാല ഇവിടെ ചാടാൻ ഇങ്ങനെ ഇവിടെ വരക്കാം. അത് ഇങ്ങനെ വരത്തില്ല. ഇത്രയ്ക്ക് ഭ്രാന്ത ഞാൻ തന്നെ പിടിക്കാൻ വരുമല്ലോ. പിടിക്കുന്ന ഇങ്ങനെ ഇപ്പൊ ഡമ്മിയായിരുന്നു. വരുന്നേ ഞാൻ എന്തിനു കളിക്കാൻ? ഞാനിന്നെ എന്തിനു കളി? ഞാൻ ഇങ്ങനെ അടുത്ത് നിന്ന് സമ്മാനം ഞാനിനി എന്തൊരു കാണിക്കുക സങ്കടം വരും. ഞാനിനി ചെയ്യും. മണ്ടയ്ക്ക് ആ സൈഡ് ഞാൻ എന്താ ചെയ്യ? അപ്പൂപ്പൻ്റെ ഒരു സമ്മാനമാകാമോ? ഞാൻ എങ്ങനെ ഇത് ചാടണ്ടായിരുന്നു തോന്നുന്നു. ഇതായിരുന്നല്ലേ പണി. ഞാനിപ്പോ എന്തിനു കാണിച്ചോണ്ടിരുന്നോ? എനിക്ക് ഭ്രാന്തായി. ഇങ്ങനെ അറിയാം. അപ്പൂപ്പന് പ്രത്യേകിച്ച് പവറൊന്നും ഇല്ല കേട്ടാ. അങ്ങനെ അടിച്ചാ മതി. അപ്പൂപ്പന് പവറുണ്ട്. അപ്പൂപ്പന് പവറുണ്ട് പ്രിയൻ.
ഉപ്പ നിങ്ങൾക്ക് പവർ ഉണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞാ. ഉപ്പ നിങ്ങൾക്കേ ഉണ്ട് പവർ. ഈ അപ്പൂപ്പനെ കളിയാക്കാനും സമ്മതിക്കത്തില്ലേ? എന്തുവാ അപ്പൂപ്പ, നഷ്ടമുണ്ട് കേട്ടാ. ഇങ്ങനെ കളിയാക്കാൻ പറ്റത്തില്ല അപ്പൂപ്പ. നിങ്ങൾ ഭയങ്കര ഒരു ഈവിളാണ്, ഈവിൾ ഷാൻഡ്. അതുകൊണ്ട് അവളുടെ പേരെഴുതി വെച്ചിട്ട് അപ്പൂപ്പ എന്താണ് പറയുന്നത്? ഞാനാണ് അപ്പൂപ്പനെ മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു. എന്തായാലും വഴി കിട്ടിയാല് സന്തോഷം. കാലത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന ഞാൻ ചാവും. ഞാൻ കൊന്ന അപ്പൂപ്പനെ. അങ്ങനെ മാന്ത്രികവാതി തുറന്നു ഞാൻ ജയിച്ചിരിക്കുന്നു. വേഗത്തിലൂടെ മോസ്റ്റ് പവർ വേണോ ശിഷ്ടി നമുക്ക് 1000 വരെയാവും. അതാണ് ഇതാണ് കൊള്ളാമില്ലേ? ഇതൊക്കെ ഭയങ്കര സ്പീഡാ. 400 നോർമൽ സ്പീഡ് നോർമൽ സ്പീഡ്. വലിയ സ്പീഡ് എടുക്കുക. ഏതാ സ്പീഡ്? അത് മതി. ആ വലുതോ അത് ഒറ്റ കണക്കിന് എനിക്ക് തോന്നുന്നു വലുതാണെന്ന് എടുക്കാം. ഇത് പറ്റത്തില്ല. നമുക്ക് വലിയ സ്പീഡ് മതി. ഞാൻ നല്ല സ്പീഡ് പോയി എടുക്കട്ടെ. വാ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തത് ഇനി നമുക്ക് ഈസി കളിക്കട്ടെ. ഇതിന് അടുത്ത നല്ലൊരു ഹോബി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.